കാഞ്ഞങ്ങാട് നഗരസഭ ശുചീകരണ തൊഴിലാളികൾക്ക് കൈവണ്ടികളും പ്രതിരോധ മരുന്നുകളും നൽകി. മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ വിതരണം ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും മുന്നൊരുക്കങ്ങളുടെയും ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരഭരണസമിതി ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായി പ്രതിരോധ മരുന്നുകൾ നൽകിയത്. ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ ഡോക്സിസൈക്ലിൻ എന്ന പ്രതിരോധ മരുന്നാണ് വിതരണം ചെയ്തത്. ഇതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികൾക്ക് ജോലി കൂടുതൽ കാര്യക്ഷമമാക്കാനും അധ്വാനരഹിതമാക്കാനും ആവശ്യമായ കൈവണ്ടികളും കൈമാറി. പുതിയകോട്ടയിലെ നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മഴ വളരെ പെട്ടെന്ന് വന്നു. ആ പെട്ടെന്ന് വന്നതോടുകൂടിയിട്ട് തന്നെ എല്ലായിടത്തും വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ പോലും എല്ലായ്പ്പോഴും മാലിന്യം കൈകാര്യം ചെയ്യുന്നവർ, മലിനജലത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നവർ എന്നുള്ള രൂപത്തിലാണ് ഈ ഡോക്സിസൈക്ലിൻ ഗുളിക വിതരണം ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ മാത്രമല്ല, എല്ലാ ഇടത്തുമുള്ള ആളുകളും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ടതാണ്. കാരണം വെള്ളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ചെളിവെള്ളം തന്നെയാണ്. പഴയ കാലത്തെ പോലെയല്ല, പ്രകൃതി അപ്പാടെ വലിയ തോതിൽ മലിനമായതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള വെള്ളം മുഴുവനും മലിനജലമാണ്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.വി. സരസ്വതി അധ്യക്ഷയായി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം.പി. ജീജ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ. ലത, കെ. അനീഷൻ, കെ. പ്രഭാവതി തുടങ്ങിയവരും രവീന്ദ്രൻ പുതുക്കൈ, കെ.വി. സുശീല, കെ. അബ്ദുറഹ്മാൻ, ടി. മുഹമ്മദ് കുഞ്ഞി, ജില്ലാ ആശുപത്രി JHI പി. മുരളീധരൻ എന്നിവരും സംസാരിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി. ജോസ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.